നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി തേജസ് കൊടുങ്ങല്ലൂർ. ബഹുമാന്യനായ പ്രൊഫസർ ആർ പി മേനോൻ സാർ എഴുതിയ കുറേ ഭക്തിഗാനങ്ങളിൽ ഒരെണ്ണം ഞാൻ സംഗീതവും വിഷ്വലൈസേഷനും ചെയ്ത് യൂട്യൂബിൽ കയറ്റിയിട്ടുണ്ട്. അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ കാണുകയും സന്തോഷം പറയുകയും ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. അതോടൊപ്പം കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന തനിമ എന്ന കലാസംഘടനയുടെ സർഗസന്ധ്യയിൽ ആർ പി മേനോൻ സാറിനെ ആദരിക്കുകയും അദ്ദേഹത്തിന് പൊന്നാട ചാർത്തി അനുമോദനങ്ങൾ നൽകുകയുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അർത്ഥവത്തായ ഒരു ഹ്രസ്വമായ കഥയുമുണ്ടായിരുന്നു. അത് ഞാനിതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അരയന്നവും കൊക്കും. അപ്പൊ ഇങ്ങനെ അരയന്നം കൊക്കിനെ യാദൃച്ഛികമായിട്ട് കാണുകയാണ്. അപ്പൊ കൊക്ക് അരയന്നത്തോട് ചോദിച്ചു, നീ ആർ? ചെങ്കണ്ണനന്നം തവപുരമെവിടം? മാനസം. മാനസത്തിൽ ചൊല്ലെന്നോന്നുണ്ട്, വാനോർ യുവതികൾ വിലതും ഗന്ധഭൂണ്ട്, അതെല്ലാം പോട്ടെ, നട്ടക്കയുണ്ടോ? നഹി നഹി യതി ബഹു നിസ്സാരമെന്നാർ ബകങ്ങൾ. ബകം എന്ന് പറഞ്ഞ കൊക്കാണ്. അപ്പൊ നീ ആരാണ്? അപ്പം അരയന്നം പറഞ്ഞു, ചെങ്കണ്ണൻ അന്നം. എൻ്റെ പേര് ചെങ്കണ്ണൻ അന്നം എന്നാണ്. തവ പുരവിടം, നിന്റെ വീട് എവിടെയാണ്? മാനസം. മാനസം പറഞ്ഞാൽ മാനസ സരസ്. മാനസത്തിൽ ചൊല്ലാൻ തോന്നുന്നുണ്ട്, മാനസത്തിലുണ്ട് ചെന്താമരകൾ അമൃതിനൊക്കെ അമ്പസ്സുമുണ്ടെന്നാണ്. ചെന്താമര പൂവുണ്ട്, പരിശുദ്ധമായ വെള്ളമുണ്ട്, ഈ സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട്. പിന്നെന്തോന്നുണ്ട്, വാനോർ യുവതികളുടെ രത്നഭൂവ, അതായത് സുരസുന്ദരിമാര് നിവസിക്കുന്ന രത്നഭൂവ്, ഐശ്വര്യപ്രദമായ ഭൂമിയുണ്ട്. രത്നഭൂ അതെല്ലാം പോട്ടെ, എനിക്കതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. നട്ടക്കയുണ്ടോ? നട്ടയ്ക്കാന്നറിയാമല്ലോ അല്ലേ? കക്ക പോലെ ഒരു സാധനം, വെള്ളത്തിനടിയിൽ ഉള്ള ഒരു സാധനമുണ്ട് നട്ടയ്ക്ക. നട്ടയ്ക്കുണ്ടോ? നഹി നഹി, ഇല്ലേ ഇല്ല. യതി എന്നാൽ നിസ്സാരമാണ് നിന്റെ രാജ്യം എന്നാണ്. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരാള് നട്ടയ്ക്കയുടെ ഭാഗം, ഒരാള് മാനസ സരസിന്റെ ചെന്താമരയോ അമൃതിന്റെ ഭാഗം. ഒരാള് സാധാരണക്കാരനെ പ്രതികരിക്കുന്നു, ഒരാള് ഉയർന്ന വർഗത്തെ പ്രതികരിക്കുന്നു. ഒരാള് മാലിന്യത്തെ പ്രതികരിക്കുന്നു, ഒരാള് നല്ല അവസ്ഥയെ പ്രതികരിക്കുന്നു. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ജീവിതത്തിൽ ഉള്ള രണ്ടവസ്ഥ, നല്ലതും ചീത്തയും. ഈ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞു നല്ലതിൻ്റെ പിന്നാലെ മാത്രം പോവുക, തിന്മയുടെ പിന്നാലെ പോകരുത്. ഇതാണ് ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുമായി ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഊർജം അതാണ് എന്നെ നിലനിർത്തുന്നത്. ഇപ്പൊ 93 ഇനി എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല. മരണം അനിവാര്യമായ അന്ത്യമാണ്. അത് ഏതവസരത്തിലും വരാം. വന്നോട്ടെ, സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, അല്ലാതെ അവിടെ സങ്കടത്തിന് വാനമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ അവസരം ഉണ്ടാക്കി തന്ന തനിമ കലാവേദിക്ക് എല്ലാ നന്ദിയും നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇവിടെ നടന്ന മറ്റു ചില പ്രോഗ്രാമുകളുടെ വീഡിയോയുമായി വരുന്നതുവരെ ഹരി തേജസ് സൈനിങ് ഔട്ട്.